ഇന്ന് ഞാനൊരു കുഞ്ഞ് വ്ളോഗാണ് ചെയ്യാൻ പോണത് കേട്ടോ. ഇത് ഹിമാലയയുടെ താഴ്വാരാണ്. ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം പോയ ട്രിപ്പിൻ്റെ ചെറിയൊരു വ്ളോഗാണ് ചെയ്യാൻ പോണത്. ഇത് സോൻമാർഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിവിടെ ഡയറക്റ്റ് നമുക്ക് വരാനൊന്നും പറ്റില്ല. നമ്മൾ വന്ന വണ്ടി താഴ്ത്തിട്ടിട്ട് അവിടെ സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ കുതിരപ്പുറത്ത് കയറിയിട്ട് വരണം. കുതിരപ്പുറത്ത് കയറിയിട്ട് നമ്മൾ ട്രക്കിംഗ് ത്രൂ വരണം. എനിക്ക് പേഴ്സണലി ഭയങ്കര പേടിച്ചു. ഞാൻ എന്താ പറയുക, ശരിക്കും പേടിച്ചു. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അവിടുന്ന് കുതിരപ്പുറത്ത് നിന്ന് വീഴുമൊക്കെ ഉണ്ടായിട്ടോ. അതെനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണമായിരിക്കും. പക്ഷേ വരണ വഴി എന്താ പറയുക, കയറ്റം എന്ന് പറയാൻ പറ്റില്ല. കയറ്റത്തിനേക്കാളും അപ്പുറം ഒരു കയറ്റം, അത് കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇറക്കം, അത് കഴിഞ്ഞാൽ കയറ്റം. പക്ഷേ അപ്പുറത്തുള്ള സീനറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നമ്മൾ കാണുന്നതൊക്കെ സത്യമാണ് നമുക്ക് അപ്പോഴാണ് തോന്നുന്നത്. കണ്ടു കഴിഞ്ഞാലാണ് തോന്നുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് അല്ലേ. ഇത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കണ എന്താ പറയുക സീനറീസ് അല്ലാതെ നമുക്ക് അത് കാണുമ്പോഴാണ് മനസ്സിലാവുക. അത്ര സൂപ്പർ സീനറീസ് ആയിരുന്നു, അത്ര ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നന്നായിട്ട് പേടിച്ചു. ഇതിനേക്കാളും പേടിച്ചതായിരുന്നു പെഹൽഗാമിൽ ഞങ്ങൾ പോകുമ്പോൾ. അത് അതിനേക്കാളും പേടിച്ചു. അവിടേക്ക് എത്തണമെങ്കിലും അതെ, പെഹൽഗാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര പ്രശ്നം ഉണ്ടായ സ്ഥലം. അപ്പോൾ ഞങ്ങൾ അതുപോലെ ഈ ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതുവരെ ചെയ്ത എന്താ പറയുക ടെൻഷൻ എനിക്ക് ശരിക്കും പോയി. എന്താ പറയുക, ഭഗവാനെ, ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടോയെന്ന് നമുക്ക് തോന്നും. ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വെറ്ററൊക്കെ ഊരിയിട്ട് കണ്ട ഫുൾ മഞ്ഞ് നിറഞ്ഞ് കിടക്കണ സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ സിന്ധു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ കണ്ടോ, ബാക്കിൽ കാണുന്നത് അതാണ്. അത്ര ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും